റിപ്പോർട്ടുകളിലേക്ക്. സർക്കാരിനെതിരെ മുൻ മന്ത്രി ജി സുധാകരൻ സ്വയം പുകഴ്ത്തൽ നിർത്തണം, കേരളത്തിൽ ആർക്കും സ്വസ്ഥതയില്ല, സംഘർഷം അനുഭവിക്കാത്ത ഒരാളുമില്ല, പരീക്ഷാ പേപ്പർ പോലും കളഞ്ഞു പോകുന്നു, നാട് മുഴുവൻ നടന്ന എക്സൈസും പോലീസും മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നു, അതിൽ ആർക്കും പ്രശ്നമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പിനും വ്യവസായ വകുപ്പിനും വിമർശനമുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, ആദ്യം തന്നെ ജി സുധാകരൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു തലവേദന തന്നെ ഇടതു പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ സർക്കാരിനെ പരസ്യമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ നടത്തുന്നതെല്ലാം സ്വയം പുകഴ്ത്തൽ മാത്രമാണ്, കാര്യം നടക്കുന്നില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് അല്ലേ? ദേവിക, ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ജി സുധാകരൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമ്പർ 1 എന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിന്റെ മാനസിക സാമൂഹ്യ ആരോഗ്യം പാടെ തകർന്നിരിക്കുകയാണ്. സാമൂഹ്യ സംഘർഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആർക്കും ഒരു സ്വസ്ഥതയില്ല, പരീക്ഷാ പേപ്പർ പോലും കളഞ്ഞു പോകുന്നു, അതിലൊന്നും ആർക്കും പ്രശ്നമില്ല, നാട് മുഴുവൻ നടന്ന് പോലീസും എക്സൈസും മയക്കുമരുന്ന് പിടിക്കുന്നു. അക്കാര്യങ്ങളൊക്കെയാണ് ജി സുധാകരൻ പറഞ്ഞത്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. കേരളത്തിന്റെ സാമൂഹ്യ സംഘർഷം, അതായത് സാമൂഹ്യ ആരോഗ്യം, മാനസികാരോഗ്യം അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും ആരോഗ്യ വകുപ്പിനെതിരെയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം പാവപ്പെട്ടവന് അന്യമായിരിക്കുന്നു, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഗുണം ചെയ്യുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യവും ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരന്റെ രൂക്ഷമായ വിമർശനം. എന്തായാലും ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടപ്പാക്കി കാണിക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ വ്യവസായ വകുപ്പിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. ഇന്ന് ആലപ്പുഴയിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ സംസാരിക്കവേ ജി സുധാകരൻ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ദേവിക, നിഷ, അതോടൊപ്പം തന്നെ യു പ്രതിഭയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും എക്സൈസ് കേരളം മുഴുവൻ നടന്ന ലഹരി മാഫിയയെ ഓരോ ദിവസവും കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ടൺ കണക്കിന് ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, ലഹരിയുടെ കാര്യത്തിലും നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? ദേവിക, താൻ പറയുന്ന കാര്യങ്ങളല്ല മാധ്യമങ്ങൾ നൽകുന്നത്, താൻ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല മാധ്യമങ്ങൾ നൽകുന്നത്. അവരവരുടെ താല്പര്യം അനുസരിച്ച് വാർത്തകൾ വളച്ചൊടിച്ച് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു പ്രതിഭയുടെ മകനെതിരെ ആ കാര്യം ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാനെതിരെ താൻ പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ നൽകി. MLA മകന്റെ പ്രശ്നത്തിൽ താൻ സജി ചെറിയാനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയത്. താൻ ഒന്നും പറഞ്ഞിട്ടില്ല. MLA മകനെ ആശ്വസിപ്പിക്കാൻ പോയതാണ് താൻ. നല്ല ഒരു പയ്യനാണ് MLA മകൻ. MLA മകനെ തനിക്കറിയാം, അയാൾ ലഹരിയൊന്നും ഉപയോഗിക്കില്ല, എവിടെയോ ഇരുന്നപ്പോൾ പിടിച്ചുകൊണ്ട് പോയതാണ്, അയാൾ അതൊന്നും ചെയ്യില്ല എന്ന് യു പ്രതിഭ MLA മകനെ ന്യായീകരിച്ചുകൊണ്ടും സംസാരിക്കാൻ ജി സുധാകരൻ മറന്നില്ല. എന്തായാലും ഈ ലഹരി മാഫിയ കേരളത്തിൽ പലയിടങ്ങളിലും ലഹരി മാഫിയ ശക്തമാവുകയാണെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ലഹരിയുമായി പിടിയിലായ യു പ്രതിഭ MLA മകനെ അവിടെയും ഒരു കാര്യമുണ്ടല്ലോ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, കേരളം ഈ ഒരു വിഷയത്തിലും നമ്പർ 1 ആവുകയാണെന്ന്. അപ്പോഴും സർക്കാരിനെ വിമർശിക്കുന്ന ഭാഷയിൽ ഒട്ടും അല്ലെങ്കിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ലഹരിയുടെ വിഷയത്തിലും സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. ദേവിക, അങ്ങനെ തന്നെയാണ്. നമ്പർ 1 എന്ന് അവകാശപ്പെടുന്നു. അതായത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുടെ കാര്യം എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ പോലും അത് പ്രാവർത്തികമാക്കാനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമമൊന്നും ഉണ്ടാകുന്നില്ല. നമ്പർ 1 എന്ന് അവകാശപ്പെട്ടാൽ മാത്രമല്ല, പാവപ്പെട്ടവന് കൂടി പ്രയോജനം ചെയ്യുന്നതായിരിക്കണം കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ലഹരി നാട് മുഴുവൻ നടന്ന് എക്സൈസും പോലീസും ഒക്കെ ലഹരി പിടിക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഉത്തരക്കടലാസ് കളഞ്ഞു പോകുന്നു, അതിലും ആർക്കും പ്രശ്നമില്ല. നമ്പർ 1 എന്ന് പറഞ്ഞു നടക്കുക മാത്രമാണ് കേരളത്തിൽ. അതാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിന്റെ മാനസികാരോഗ്യം പാടെ ഇല്ലാതായിരിക്കുന്നു. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യം കൂടി വേണം. കേരളത്തിലെ ആളുകൾക്കൊന്നും സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും ഈ ലഹരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ആരോഗ്യ വകുപ്പും വ്യാവസായിക വകുപ്പും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ദേവിക.
നിഷാദോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയും വ്യവസായ മേഖലയും കൂടി രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴും അത്രത്തോളം നമ്പർ 1 ആയിട്ടില്ല, അല്ലെങ്കിൽ സ്വയം പരിശോധന വേണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ സംഭവം ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടാകാം വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകളെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ടി.വി. തോമസിന് ശേഷം ആലപ്പുഴയിൽ ഏതെങ്കിലും പുതിയ വ്യവസായങ്ങൾ വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ടി.വി. തോമസിന് ശേഷം ഒരു നല്ല വ്യവസായ മന്ത്രി പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒരു വ്യവസായം പോലും ആലപ്പുഴയിൽ വന്നിട്ടില്ല. ആലപ്പുഴയിലെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ടി.വി. തോമസിന് ശേഷം ആലപ്പുഴയിൽ പുതിയ വ്യവസായങ്ങളൊന്നും വന്നിട്ടില്ല. അത് വകുപ്പിൽ നിന്നുള്ള പരാജയം തന്നെയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആരോഗ്യ വകുപ്പിനെയും ഒപ്പം തന്നെ വ്യവസായ വകുപ്പിനെയും രൂക്ഷമായി വിമർശിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷവും കേരളത്തിലുള്ളവരുടെ മാനസികാരോഗ്യവും ഒക്കെ തകർന്നിരിക്കുകയാണ്. അതിനൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ തന്നെയാണ്. അതിനെയൊന്നും അടിച്ചമർച്ച ചെയ്യാനായി സർക്കാരിന് ഒന്നും കഴിയുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ദേവിക. ശരി, സർക്കാരിനെതിരെ മുൻ മന്ത്രി ജി സുധാകരൻ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. സ്വയം പുകഴ്ത്തൽ നിർത്തണമെന്നും കേരളത്തിൽ ആർക്കും സ്വസ്ഥതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സംഘർഷം അനുഭവിക്കാത്ത ഒരാളുമില്ല, പരീക്ഷാ പേപ്പർ പോലും കളഞ്ഞു പോകുന്നു, നാട് മുഴുവൻ നടന്ന എക്സൈസും പോലീസും മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നു, അതിൽ ആർക്കും പ്രശ്നമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനും വ്യവസായ വകുപ്പിനും വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നിഷാ ദിലീപാണ് ചേർന്നത്.